ദൈവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം 102. കാനായ്ക്ക് സമീപമുള്ള സ്ഥലത്ത് കൂസായുടെ ഭാര്യ യോവന്നായെ സുഖപ്പെടുത്തുന്നു. ജോസഫിന്റെ വലിയ പണിപ്പുരയിൽ ശിഷ്യർ അത്താഴം കഴിക്കുന്നു. പണിക്കുപയോഗിക്കുന്ന വലിയ ബെഞ്ച് മേശയാക്കിയിരിക്കുകയാണ്. ആവശ്യമുള്ളതെല്ലാം അതിന്മേലുണ്ട്. എന്നാൽ അതേ മുറി കിടക്കാനും ഉപയോഗിക്കുന്നു. പണിക്കുപയോഗിക്കുന്ന മറ്റ് 2 ബെഞ്ചുകളും കിടക്കയായി അതിന്മേൽ പായ് വച്ചിരിക്കുന്നു. ഭിത്തിയരികിൽ നീളത്തിൽ കമ്പുകളും മരക്കഷണങ്ങളും അടുക്കി അവയും കിടക്കകളാക്കി പായ് നിരത്തിയിരിക്കുന്നു. അപ്പസ്തോലന്മാർ പരസ്പരവും ഗുരുവിനോടും സംസാരിക്കുന്നു. അപ്പോൾ അങ്ങ് നേരായിട്ടും ലെബനാനിലേക്ക് പോകുകയാണല്ലോ? യൂദാസ്കറിയോത്ത ചോദിക്കുന്നു. ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കാത്തത് ഒരിക്കലും വാഗ്ദാനം ചെയ്യാറില്ല. ഇക്കാര്യത്തിൽ ഞാൻ 2 പ്രാവശ്യം വാഗ്ദാനം ചെയ്തു. ഇടയന്മാർക്കും യോവന്നായുടെ നേഴ്സിനും വാക്കുകൊടുത്തു. അവളോട് പറഞ്ഞതുപോലെ 5 ദിവസം ഞാൻ കാത്തു. വിവേകത്തിന്റെ പേരിൽ ഇന്നും കൂടിയാവട്ടെ എന്ന് വച്ചു. എന്നാൽ ഇനി ഞാൻ പോകുകയാണ്. ചന്ദ്രൻ ഉയർന്നാലുടനെ നമുക്ക് പുറപ്പെടണം. ബെത്സയിദ വരെ വള്ളത്തിൽ പോയാലും പിന്നെയും കുറെ ദൂരമുണ്ട്. എന്നാൽ ബെഞ്ചമിനെയും ഡാനിയേലിനെയും കാണുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. നിങ്ങൾ കണ്ടല്ലോ ഏത് തരത്തിലുള്ള ആത്മാക്കളാണ് ആ ഇടയന്മാരുടേതെന്ന്. ഓ, അവരെ ബഹുമാനിക്കാൻ പോകേണ്ടത് തന്നെയാണ്. കാരണം തന്റെ ദാസരിൽ ഒരാളെ ബഹുമാനിക്കുമ്പോൾ ദൈവത്തിന് പോലും അതൊരു മാനക്കേടല്ല. നേരെ മറിച്ച് തന്റെ നീതിയെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ ചൂടിലോ? ചെയ്യുന്നത് എന്താണെന്ന് സൂക്ഷിച്ച് ശ്രദ്ധിക്കണം. അങ്ങയുടെ നന്മയ്ക്കായിട്ടാണ് ഞാൻ പറയുന്നത്. രാത്രികൾ ചൂട് കുറഞ്ഞതായി കഴിഞ്ഞല്ലോ. സൂര്യൻ ചിങ്ങം രാശിയിൽ കുറച്ചുനാൾ കൂടി മാത്രമേ കാണുകയുള്ളൂ. ശക്തിയായ കാറ്റ് ചൂടിനെ മയപ്പെടുത്തുന്നുമുണ്ട്. ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു, എന്റെ കൂടെ വരാൻ ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. എന്നെയും എന്നോടടുത്തുള്ളവരെയും സംബന്ധിച്ച് എല്ലാം സ്വാതന്ത്ര്യത്തോടെ ചെയ്യുന്നതായിരിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ടെങ്കിൽ, നിങ്ങൾ ക്ഷീണിച്ചു പോയെങ്കിൽ ഇവിടെ താമസിച്ചുകൊള്ളൂ. പിന്നീട് നമുക്ക് തമ്മിൽ കാണാം. കൊള്ളാം, നീ അങ്ങനെ പറഞ്ഞല്ലോ. എനിക്ക് കുടുംബകാര്യങ്ങൾ ചിലത് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. മുന്തിരി വിളവെടുക്കുന്ന സമയം അടുത്തു. ചില സ്നേഹിതരെയെല്ലാം കാണണമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. നിനക്കറിയാമല്ലോ, ഞാനാണ് കുടുംബത്തിലെ പുരുഷൻ എന്ന്. പത്രോസ് പിറുപിറുക്കുന്നു. അപ്പൻ കഴിഞ്ഞാൽ പിന്നീട് ആദ്യം വരുന്നത് അമ്മയാണെന്ന് അവൻ ഓർക്കുന്നു. നന്നായി. യൂദാസ് കേൾക്കാഞ്ഞിട്ടോ കേൾക്കാൻ ആഗ്രഹിക്കാഞ്ഞിട്ടോ ഈ പിറുപിറുപ്പ് കേട്ട ഭാവം കാണിക്കുന്നില്ല. ഈശോ പത്രോസിനെ ഒന്ന് നോക്കി പിറുപിറുപ്പ് നിർത്തിക്കുന്നു. അതേസമയം സെബദിയുടെ പുത്രൻ ജെയിംസ് പത്രോസിന്റെ ഉടുപ്പിന്റെ കയ്യിൽ പിടിച്ചു വലിച്ച് സംസാരം തടയുന്നു. നിനക്ക് പോകാം യൂദാസേ. അല്ല, നീ പോകണം. നമ്മൾ അമ്മയെ അനുസരിക്കാത്തവരാകരുത്. എന്നാൽ നീ അനുവദിക്കുമെങ്കിൽ ഞാൻ ഉടനെ പൊയ്ക്കൊള്ളാം. രാത്രി ആകുമ്പോഴേക്ക് ഞാൻ നായിമിലെത്തിക്കഴിയും. രാത്രി അവിടെ താമസിക്കാമല്ലോ. ഗുരു പോകട്ടെ. സ്നേഹിതരെ, പോയി വരട്ടെ. നീ സമാധാനത്തിന്റെ കൂട്ടുകാരനായിരിക്കുക. ദൈവം എപ്പോഴും നിന്റെ കൂടെ ഉണ്ടായിരിക്കത്തക്കവണ്ണം നിന്നെ തന്നെ ഒരുക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈശോ പറയുന്നു. മറ്റുള്ളവരെല്ലാം കൂടി ഗുഡ് ബൈ പറയുന്നു. അയാൾ പോകുന്നത് കണ്ടിട്ട് ഒരുത്തർക്കും ദുഃഖമില്ല. നേരെ മറിച്ച് പത്രോസ് ഒരുപക്ഷെ യൂദാസ് മനസ്സ് മാറ്റിയെങ്കിലോ എന്ന് ഭയന്നിട്ടായിരിക്കണം. സഞ്ചിയുടെ ചരട് കെട്ടാനും അത് പുറത്ത് തൂക്കിയിടാനും മറ്റും സഹായിക്കുന്നു. പണിപ്പുരയുടെ വാതിൽ തുറന്നാണിട്ടിരിക്കുന്നത്. അകത്തെ ചൂടിന് ശമനം കിട്ടാനായിരിക്കണം. പത്രോസ് യൂദാസിനെ വാതിലിലേക്ക് നയിക്കുന്നു. പിന്നീട് യൂദാസ് നടന്നു നീങ്ങുന്നത് നോക്കി നിൽക്കുകയാണ്. അയാൾ ശരിക്കും പോകുകയാണെന്ന് മനസ്സിലായപ്പോൾ സന്തോഷത്തിന്റെയും ഒരു യാത്രാവന്ദനത്തിന്റെയും ആംഗ്യം കാണിച്ച ശേഷം കൈകൾ തിരുമ്മിക്കൊണ്ട് തിരിച്ചു വരുന്നു. ഒന്നും പറയുന്നില്ല. എന്നാൽ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ശിഷ്യർ ചിരിച്ചു മടുക്കുന്നു. ഈശോ ഇതൊന്നും കാണുന്നില്ല. കാരണം സഹോദരൻ ജെയിംസിന്റെ മുഖഭാവം ഈശോ നിരീക്ഷിക്കുകയാണ്. ആ മുഖം വിവരണമായിരിക്കുന്നു, ഗൗരവപൂർണവും. ഒലിവ് തിന്നുന്നുമില്ല. ഈശോ ചോദിക്കുന്നു, എന്തു പറ്റി?
നീ പറഞ്ഞു നമ്മൾ നമ്മുടെ മാതാക്കളെ അനുസരിക്കുന്നവരാകണമെന്ന്. അപ്പോൾ ഞങ്ങളുടെ കാര്യം എങ്ങനെയാണ്? ഒരു സംശയവും വേണ്ട. പൊതുവെ അങ്ങനെയാണ് എല്ലാവരും പെരുമാറേണ്ടത്. ഒരേ മാംസത്തിൽ നിന്നുള്ള മാംസം ആയിരിക്കുമ്പോൾ. എന്നാൽ വേറൊരു പ്രകൃതവും പിതൃത്വവും സ്വീകരിച്ചു കഴിയുമ്പോൾ അങ്ങനെ വേണമെന്നില്ല. ഉന്നതമായ പിതൃത്വം സ്വീകരിച്ചു കഴിയുമ്പോൾ അതിന്റെ കൽപ്പനകളും ആഗ്രഹങ്ങളും നമ്മൾ സ്വീകരിക്കണം. യൂദാസ് നിന്നെയും മാത്യുവിനെയുംകാൾ നേരത്തെ വന്നവനാണ്. എന്നാൽ അവൻ ഇപ്പോഴും വളരെ പിന്നിലാണ്. അവൻ രൂപപ്പെട്ടു വരണം. എന്നാൽ വളരെ സാവധാനത്തിലേ അവൻ അത് ചെയ്യുകയുള്ളൂ. നിങ്ങളെല്ലാവരും അവനോട് വളരെ സ്നേഹമുള്ളവരായിരിക്കണം. പത്രോസേ, നീയും വളരെ സ്നേഹമുള്ളവനായി അയാളോട് പെരുമാറണം. എനിക്ക് മനസ്സിലാകുന്നു. എന്നാലും ഞാൻ പറയുന്നു, സ്നേഹമുള്ളവരായിരിക്കുക. ഈർഷ്യപ്പെടുത്തുന്ന ആളുകളോട് സഹിഷ്ണുത കാണിക്കുക എളുപ്പമുള്ള ഒരു പുണ്യമല്ല. അതുപയോഗിച്ച് ഫലമെടുക്കൂ. ഉവ്വ് ഗുരോ. എന്നാലും ശാന്തനാകൂ പത്രോസേ. എല്ലാം ഞാൻ അറിയുന്നു. കാറ്റിന്റെ ശക്തി കൊണ്ട് വലിഞ്ഞു പൊട്ടാൻ പോകുന്ന ഒരു പായ് പോലെയാണ് ഞാൻ. ആ ശക്തിയിൽ ഞാൻ ഞെരിയുന്നു. എന്തോ എന്റെ ഉള്ളിൽ തകരുന്നു. എന്നാൽ നിനക്കറിയാമല്ലോ, ഒരു പക്ഷേ ഒരു വള്ളക്കാരനല്ലാത്തതുകൊണ്ട് ഇക്കാര്യം നിനക്കൊട്ടും അറിഞ്ഞുകൂടാ. കാറ്റിന്റെ തള്ളലിൽ പായകൾ എല്ലാം പൊട്ടുകയാണെങ്കിൽ ആ പായകളെല്ലാം വള്ളക്കാരന്റെ മുഖത്തടിക്കുകയാണ്. അവൻ സ്തബ്ധനായി പോകും. എനിക്കിപ്പോൾ അങ്ങനെയാണ് അനുഭവപ്പെടുന്നത്. എല്ലാ തുണികളും കീറി. എന്നിട്ട് ഇതാണ് ഭേദം. ശരി, വല്ലപ്പോഴുമെല്ലാം അവൻ പോകുകയാണെങ്കിൽ അപ്പോൾ പായെല്ലാം ചുരുങ്ങിത്തരും. കാറ്റില്ലല്ലോ. എനിക്ക് അവയെല്ലാം നന്നാക്കാൻ കഴിയുകയും ചെയ്യും. ഈശോ പുഞ്ചിരി തൂകിക്കൊണ്ട് തല കുലുക്കുന്നു. നീതിമാനും തീഷ്ണത നിറഞ്ഞവനുമായ പത്രോസിനോട് സഹതപിക്കുന്നു. ഇരുമ്പുലാടം തറച്ച കുളമ്പടിയുടെ ശബ്ദം, വലിയ ശബ്ദം. കുട്ടികൾ കൂവുന്ന സ്വരവും വഴിയിൽ നിന്ന് കേൾക്കാം. അവർ ഇവിടെയുണ്ട്, അവൻ ഇവിടെയുണ്ട്, നിൽക്കൂ മനുഷ്യ. കാര്യമെന്താണെന്ന് ഈശോയും ശിഷ്യരും മനസ്സിലാക്കുന്നതിനു മുമ്പ് വാതിൽക്കൽ ഒരു കറുത്ത കുതിരയെ കാണുന്നു. വിയർപ്പിൽ നനഞ്ഞ കുതിരക്കാർ താഴെ ഇറങ്ങി ഓടിവന്ന് ഈശോയുടെ കാൽക്കൽ വീണ് പാദങ്ങൾ വണക്കത്തോടെ ചുംബിക്കുന്നു. അവരെല്ലാം അത്ഭുതത്തോടെ അവനെ നോക്കുന്നു. നീ ആരാണ്? നിനക്കെന്തു വേണം? ഞാൻ ജോനാഥനാണ്. ജോസഫ് ഒരു കൂവൽ. സന്തോഷവും ആശ്ചര്യവും. ഉയരമുള്ള ബെഞ്ചിന്റെ പിന്നിലായിരുന്നതിനാലും പെട്ടെന്നുള്ള വരവായതിനാലും ജോസഫിന് തന്റെ സ്നേഹിതനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. സാഷ്ടാംഗം പ്രണമിച്ച് കിടക്കുന്നവന്റെ അടുത്ത് ചെന്ന് ജോസഫ് പറയുന്നു, നീയോ? ഓ നീയോ? അതെ, ഞാൻ പ്രിയപ്പെട്ട കർത്താവിനെ ആരാധിക്കുന്നു. 30 വർഷത്തെ പ്രതീക്ഷ. ഓ, എത്ര ദീർഘമായ കാത്തിരിപ്പ്. ഇവിടെ ഇതാ ആ വർഷങ്ങളെല്ലാം കൂടി ഒന്നിച്ച് അഗേവിന്റെ പൂവ് പോലെ പെട്ടെന്ന് പുഷ്പിച്ചിരിക്കുന്നു. ആനന്ദത്തിന്റെ പാരവശ്യം. പണ്ടത്തേതിനേക്കാൾ ആനന്ദപൂർണം. എന്റെ രക്ഷക. സ്ത്രീകളും കുട്ടികളും കുറെ പുരുഷന്മാരും ഓടിക്കൂടിയിട്ടുണ്ട്. അക്കൂട്ടത്തിൽ സാറായുടെ ഭർത്താവ് അൽഫേയൂസ് ഉണ്ട്. റൊട്ടിയും ചീസും കയ്യിൽ നിന്ന് വിട്ടിട്ടില്ല. അവർ വാതിൽക്കലും അകത്തുമെല്ലാം ഉണ്ട്. ജോനാഥൻ, എഴുന്നേൽക്കൂ. ഞാൻ അങ്ങോട്ട് വന്ന് നിന്നെ അന്വേഷിക്കാനിരിക്കുകയായിരുന്നു. ബെഞ്ചമിനെയും ദാനിയേലിനെയും. എനിക്കറിയാം. എഴുന്നേൽക്കൂ. നിന്റെ സ്നേഹിതർക്ക് ഞാൻ നൽകിയ ചുംബനം നിനക്കും നൽകട്ടെ. ഈശോ നിർബന്ധിച്ച് അവനെ എഴുന്നേൽപ്പിക്കുന്നു, ചുംബിക്കുന്നു. എനിക്കറിയാം. മോടിയായി വസ്ത്രധാരണം ചെയ്ത് നല്ല കരുത്തുള്ള ശരീരത്തിന്റെ ഉടമയായ വൃദ്ധൻ പറയുന്നു. എനിക്കറിയാം, അവൾ പറഞ്ഞത് ശരിയായിരുന്നു. അത് മരണത്തോടടുത്ത ഒരാളുടെ പിച്ചും പേയും പറച്ചിലൊന്നുമല്ലായിരുന്നു. ഓ കർത്താവായ ദൈവമേ, അവിടുന്ന് വിളിക്കുമ്പോൾ ഒരാത്മാവ് എപ്രകാരം അങ്ങയെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. ജോനാഥൻ വികാരവിവശനാകുന്നു. എന്നാൽ ആൾ വീണ്ടും സ്വസ്ഥനായി. ഒട്ടും സമയം പാഴാക്കുന്നില്ല. ആരാധനയുടെ മനോഭാവം നിറഞ്ഞു നിൽക്കുന്ന ആൾ പ്രവൃത്തിനിരതനാകുന്നു. വന്ന കാര്യം കൃത്യമായി ഉണർത്തിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ രക്ഷക, ഞങ്ങളുടെ മിശിഹായെ, അങ്ങ് എന്റെ കൂടെ വരണമെന്ന് അപേക്ഷിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ എസ്തേറിനോട് സംസാരിച്ചു. അവൾ എന്നോട് പറഞ്ഞു,
നേരത്തെ യോവന്ന അങ്ങയോട് സംസാരിച്ച കാര്യം അവൾ എന്നോട് പറഞ്ഞു. ഓ, എന്നെ കേൾക്കുന്ന നിങ്ങൾ എന്റെ സന്തോഷം കണ്ട് എന്നെ പരിഹസിച്ച് ചിരിക്കരുതേ. എനിക്ക് സന്തോഷമുണ്ട്, അതേസമയം ക്ലേശിക്കുന്നവനുമാണ്. ഞാൻ വരാം എന്ന് അങ്ങ് പറയുന്നത് വരെ എനിക്ക് ദുഃഖമായിരിക്കും. മരിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ സ്വാമിനിയുമായിട്ടാണ് ഞാൻ യാത്ര ചെയ്യുന്നതെന്ന് അങ്ങേക്കറിയാമല്ലോ. എന്തൊരു യാത്ര! തിബേരിയാസ് മുതൽ കഫർനാം വരെ കുഴപ്പമില്ലായിരുന്നു. എന്നാൽ വള്ളം കഴിഞ്ഞ് വണ്ടിയിൽ കയറിയപ്പോൾ മുതൽ വണ്ടി എത്ര നന്നാക്കാമോ അത്രയും ഞാൻ നന്നാക്കിയതാണ്. ഒരു പീഡനം തന്നെയായിരുന്നു. ഞങ്ങൾ രാത്രികാലങ്ങളിൽ വളരെ സാവകാശത്തിലാണ് യാത്ര ചെയ്തത്. എങ്കിലും അവൾക്ക് വലിയ വേദനയായിരുന്നു. കേസറിയ ഫിലിപ്പിയിൽ വന്നപ്പോൾ അവൾ രക്തം ഛർദിച്ചു. മരിക്കുന്ന മട്ടായി. ഞങ്ങൾ യാത്ര നിർത്തിവച്ചു. മൂന്നാമത്തെ ദിവസം രാവിലെ അവൾ എനിക്ക് ആളയച്ചു. ഇന്നേക്ക് 7 ദിവസം മുമ്പേ അവൾ വിളറി വിവരണയായിരുന്നു. മരിച്ചതുപോലെയുണ്ടായിരുന്നു. എന്നാൽ ഞാൻ വിളിച്ചപ്പോൾ അവളുടെ ശാന്തമായ കണ്ണുകൾ തുറന്നു. മരിക്കുന്ന ഒരു മാൻപേടയുടെ കണ്ണുകൾ പോലെയുള്ളവ. എന്നെ നോക്കി പുഞ്ചിരിച്ചു. മഞ്ഞുകട്ട പോലെ തണുത്ത കൈകൊണ്ട് ആംഗ്യം കാണിച്ച് എന്നെ അരികിലേക്ക് അടുപ്പിച്ച് പറയുന്നു, ജോനാഥൻ, എന്നെ വീട്ടിലേക്ക് ഉടനെ കൊണ്ടുപോകൂ. അത് പറഞ്ഞത് വളരെ വിഷമിച്ചാണ്. മുഖം വളരെ ചെമന്നു. കണ്ണുകൾ ഒരു നിമിഷത്തേക്ക് പ്രകാശിച്ചു. അവൾ തുടർന്ന് പറഞ്ഞു, ഞാൻ തിബേരിയാസിലെ എന്റെ വീട് സ്വപ്നത്തിൽ കണ്ടു. അവിടെ ഒരാൾ, അവന്റെ മുഖം നക്ഷത്രം പോലെ ശോഭിച്ചു. നല്ല പൊക്കമുള്ളയാൾ, നല്ല മുടി, കണ്ണുകൾ ആകാശം പോലെ നീലിമയാർന്നവ. അവന്റെ സ്വരം വീണയുടെ നാദത്തേക്കാൾ ഇമ്പകരം. അവൻ എന്നോട് പറയുകയായിരുന്നു, ഞാനാണ് ജീവൻ, വരൂ, തിരിച്ചു വരൂ. ഞാനത് നിനക്ക് തരാനായി കാത്തിരിക്കുകയാണ്. എനിക്ക് പോകണം. ഞാൻ പറഞ്ഞു, എന്റെ സ്വാമിനി, നിനക്ക് പോകാൻ കഴിയുകയില്ല. നിനക്ക് സുഖമില്ല. സുഖമായി കഴിയുമ്പോൾ നമുക്ക് നോക്കാം. ഞാൻ വിചാരിച്ചു മരിക്കാൻ തുടങ്ങുന്ന ഒരാളിന്റെ ബുദ്ധിഭ്രമമാണതെന്ന്. എന്നാൽ അവൾ കരയുകയായിരുന്നു. ഓ, അത് കഴിഞ്ഞ് ഈ 6 വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് എന്നോട് അങ്ങനെ പറയുന്നത്. ദേഷ്യം കൊണ്ട് എഴുന്നേറ്റിരിക്കുക പോലും ചെയ്തു. നേരത്തെ അനങ്ങാൻ പോലും പറ്റാതിരുന്ന ആൾ എന്നിട്ട് എന്നോട് പറഞ്ഞു, ഭൃത്യ, എനിക്ക് പോകണം. ഞാൻ നിന്റെ സ്വാമിനിയാണ്, അനുസരിക്കൂ. തുടർന്ന് രക്തം ഛർദിച്ചുകൊണ്ട് പുറകോട്ട് മറിഞ്ഞു വീണു. ഞാൻ വിചാരിച്ചു അവൾ മരിക്കുകയാണെന്ന്. ഞാൻ പറഞ്ഞു, എങ്ങനെയായാലും അവൾ മരിക്കും. നമുക്ക് അവളെ സന്തോഷിപ്പിക്കുകയെങ്കിലും ചെയ്യാം. ഇത്രയും കാലം അപ്രീതിയൊന്നും വരുത്താതെ സേവനം ചെയ്തിട്ട് അവസാനം ഒരു വിഷമം വരുത്തിയല്ലോ എന്ന പശ്ചാത്താപവും എനിക്ക് വഹിക്കേണ്ടി വരാതിരിക്കട്ടെ. എന്തൊരു യാത്ര! രാവിലെ 3 മണിക്കും 6 മണിക്കും ഇടയ്ക്കുള്ള സമയത്ത് മാത്രമേ അവൾക്ക് അല്പം ശാന്തതയുണ്ടാകൂ. അതിവേഗം ഇവിടെ എത്താനായി കുതിരകളെ നിർത്താതെ ഓടിച്ചു. അവൾ ക്ഷീണിച്ചു. ഇന്ന് 9-ാം മണിക്കൂറിൽ ഞങ്ങൾ തിബേരിയാസിലെത്തി. എസ്തർ എന്നോട് പറഞ്ഞു, അപ്പോൾ അങ്ങാണ് അവളെ വിളിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. കാരണം അങ്ങ് വാഗ്ദാനം ചെയ്ത ദിവസവും മണിക്കൂറും അതായിരുന്നു. എസ്തറിന് ഒരത്ഭുതം വാഗ്ദാനം ചെയ്തു. എന്റെ സ്വാമിനിക്ക് പ്രത്യക്ഷനാകുകയും ചെയ്തു. ഉടനെ തന്നെ ഇങ്ങോട്ട് പുറപ്പെടാൻ അവൾ ആഗ്രഹിച്ചു. എന്നിട്ട് എന്നെ ആദ്യം അയക്കുകയാണ് ചെയ്തത്. ഓ, എന്റെ രക്ഷക, വരൂ. ഞാൻ ഉടനെ വരാം. വിശ്വാസം പ്രതിസമ്മാനം അർഹിക്കുന്നു. എന്നെ ആവശ്യമുള്ളവന്റെ പക്കൽ ഞാൻ എത്തും. നമുക്ക് പോകാം. നിൽക്കൂ, ഞാൻ ഒരു സഞ്ചി നിറയെ പണം ഒരു ചെറുപ്പക്കാരന്റെ പക്കലേക്ക് എറിഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞിട്ടുണ്ട്. കുതിരകളില്ലെങ്കിൽ 3-ഓ 5-ഓ അതിലധികമോ കഴുതകളെ ഇടപാട് ചെയ്ത് ഈശോയുടെ വീട്ടിലേക്ക് കൊണ്ടുവരണമെന്ന്. അവർ വരാൻ സമയമായിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ കൂടുതൽ വേഗത്തിൽ പോകാം. അവളെ കാനായ്ക്ക് സമീപം വച്ച് കണ്ടുമുട്ടാമെന്ന് ഞാൻ കരുതുന്നു, കുറഞ്ഞ പക്ഷം. എന്താണ് ജോനാഥൻ? അവൾക്ക് അല്പമെങ്കിലും ജീവൻ അവശേഷിക്കുന്നുണ്ടെങ്കിൽ. അവൾ ജീവിച്ചിരിക്കുന്നു. അവൾ മരിച്ചെങ്കിൽ തന്നെ ഞാനാണ് ജീവൻ. ഇതെന്റെ അമ്മയാണ്. ആരോ ചെന്ന് പറഞ്ഞ് വിവരമറിഞ്ഞ അമ്മ വേഗത്തിൽ വരികയായിരുന്നു. അൽഫേയൂസിന്റെ ഭാര്യ മേരിയും പിന്നിലുണ്ട്. മകനെ, നീ ദൂരേക്ക് പോകുകയാണോ?
അതെ അമ്മേ, ഞാൻ ജോനാഥന്റെ കൂടെ പോകുകയാണ്. അവൻ വന്നിരിക്കുന്നു. എനിക്കറിയാമായിരുന്നു അമ്മയ്ക്ക് അവനെ കാണാൻ ഇടയാകുമെന്ന്. അതിനാണ് ഞാൻ ഒരു ദിവസം കൂടി താമസിച്ചത്. ജോനാഥൻ ആദ്യമേ കരങ്ങൾ മാറോട് ചേർത്ത് വച്ച് വളരെ താണ് മേരിയെ വണങ്ങുന്നു. ഇപ്പോൾ മുട്ടുകുത്തി മെല്ലെ മേരിയുടെ വസ്ത്രത്തിന്റെ അറ്റം എടുത്ത് ചുംബിച്ചുകൊണ്ട് പറയുന്നു, എന്റെ കർത്താവിന്റെ അമ്മയെ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. സാറായുടെ ഭർത്താവ് കാഴ്ചക്കാരായി വന്നവരോട് പറയുന്നു, ഓ, നിങ്ങൾ എന്ത് പറയുന്നു? ഒട്ടും വിശ്വാസമില്ലാത്തത് നമുക്ക് മാത്രമാണ്. നമ്മുടെ കാര്യത്തിൽ നമുക്ക് ലജ്ജ തോന്നേണ്ടതല്ലേ? അനേകം കുളമ്പുകളുടെ ശബ്ദം കേൾക്കുന്നു. കഴുതക്കുട്ടികളുടെ കുളമ്പടി ശബ്ദമാണ്. എനിക്ക് തോന്നുന്നത് നസ്രസിലുള്ള എല്ലാ കഴുതകളെയും കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ്. ഒരു സൈന്യഗണത്തിനും മാത്രമുണ്ട്. ജോനാഥൻ നല്ലവയെ നോക്കി തിരഞ്ഞെടുക്കുന്നു. വലിയ പേശൽ കൂടാതെ പണവും കൊടുക്കുന്നു. പിന്നീട് 2 നസ്രായക്കാരെയും ഏതാനും കഴുതകളെയും കൂടി എടുക്കുന്നു. ആൾക്കാരെ കൂട്ടുന്നത് കഴുതകളെയെല്ലാം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ്. കൂടുതൽ കഴുതകളെ എടുക്കുന്നത് ലാടം പോയാൽ പകരം വേണ്ടിവരും എന്നുള്ളതുകൊണ്ടും. മേരിയും അൽഫയൂസിന്റെ ഭാര്യ മേരിയും കൂടി ചാക്കുകളെല്ലാം അടയ്ക്കാനും കെട്ടാനും സഹായിക്കുന്നു. അൽഫയൂസിന്റെ ഭാര്യ മേരി പറയുന്നു, നിങ്ങളുടെ കിടക്ക ഞാൻ ഇവിടെ ഇട്ടേക്കും. അതിനെ ഞാൻ ആലിംഗനം ചെയ്യും. അപ്പോൾ നിങ്ങളെ ആലിംഗനം ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നട്ടെ. നല്ലവരായിരിക്കൂ, ഈശോയ്ക്ക് അനുയോജ്യരായി വർത്തിക്കൂ മക്കളെ. അപ്പോൾ എനിക്ക് സന്തോഷമാകും. ഇത് പറയുമ്പോൾ കണ്ണീർ ധാരാളമായി പൊഴിക്കുന്നുമുണ്ട്. മേരി ഈശോയെ സഹായിക്കുന്നു. സ്നേഹപൂർവ്വം തഴുകുന്നു. കുറെ ഉപദേശങ്ങളും ലെബനാനിലുള്ള മറ്റ് 2 ഇടയന്മാർക്ക് ധാരാളം സന്ദേശങ്ങളും പറഞ്ഞുവിടുന്നു. അവരെ കാണാതെ തിരിച്ചു വരികയില്ലെന്ന് ഈശോ പറഞ്ഞിരുന്നു. അവർ പുറപ്പെടുന്നു. സമയം സന്ധ്യ. ചന്ദ്രക്കല ഉയരുന്നു. ഈശോയും ജോനാഥനുമാണ് ഏറ്റവും മുമ്പിൽ. ശേഷം എല്ലാവരും പിറകിൽ. പട്ടണത്തിലൂടെ വളരെ സാവധാനത്തിൽ മാത്രമേ അവർക്ക് യാത്ര ചെയ്യാൻ കഴിയുന്നുള്ളൂ. കാരണം അത്രയ്ക്ക് ജനം ചുറ്റും കൂടുന്നു. പട്ടണം വിട്ടു കഴിഞ്ഞപ്പോൾ പൂർണ്ണ വേഗത്തിൽ സവാരി ചെയ്യുന്നു. കുളമ്പടി ശബ്ദവും മണികിലുക്കവും ചേർന്ന് അന്തരീക്ഷം മുഖരിതമാകുന്നു. അവൾ എസ്തേറിന്റെ കൂടെ വണ്ടിയിലുണ്ട്. ജോനാഥൻ പറയുന്നു, ഓ എന്റെ സ്വാമിനി, നിന്നെ സന്തോഷിപ്പിക്കുന്നത് എത്ര വലിയ ആനന്ദം. ഈശോയെ നിന്റെ പക്കലേക്ക് കൊണ്ടുവരിക. ഓ എന്റെ കർത്താവെ, അങ്ങയെ എന്റെ സമീപത്ത് ലഭിക്കുക. അങ്ങയെ ലഭിക്കുക. അങ്ങയുടെ മുഖം അവൾ കണ്ടതുപോലുള്ള നക്ഷത്രമാണ്. അങ്ങയുടെ അഴകുള്ളതാണ്. അങ്ങയുടെ കണ്ണുകൾ ആകാശം പോലെ. അങ്ങയുടെ ശബ്ദം വീണയുടെ നാദമാണ്. ഓ അങ്ങയുടെ അമ്മ, ഒരു ദിവസം അമ്മയെ എന്റെ സ്വാമിനിയുടെ അടുത്ത് കൊണ്ടുവരുമോ? നിന്റെ സ്വാമിനി അമ്മയുടെ അടുത്ത് വരും. അവർ സ്നേഹിതരായി തീരും. അവരോ? ഓ ശരി, അവർക്കതിന് കഴിയും. യോവന്ന വിവാഹിതയാണ്. ഒരു കുട്ടിയും ജനിച്ചു. എന്നാൽ അവളുടെ ആത്മാവ് ഒരു കന്യകയുടേതെന്ന പോലെ നിർമ്മലമാണ്. അവൾക്ക് അനുഗ്രഹീതയായ മേരിയുടെ അടുത്ത് വരാൻ അർഹതയുണ്ട്. ജോണിന്റെ പൊട്ടിച്ചിരിയും തുടർന്ന് എല്ലാവരുടെയും ചിരിയും കേട്ട് ഈശോ പിറകിലേക്ക് തിരിഞ്ഞു നോക്കുന്നു. ഗുരു, ഞാൻ നിമിത്തമാണ് ഇവർ ചിരിക്കുന്നത്. വള്ളത്തിലായിരിക്കുമ്പോൾ ഒരു പൂച്ചയേക്കാൾ ഉറച്ചിരിക്കാൻ എനിക്ക് കഴിയും. എന്നാൽ ഇവിടെ പടവിന്റെ മേൽത്തട്ടിൽ തെക്ക് പടിഞ്ഞാറൻ കാറ്റത്ത് കെട്ടഴിഞ്ഞു കിടന്നുരുളുന്ന ഒരു വീപ്പയെപ്പോലെയാണ് ഞാൻ. ഈശോ പുഞ്ചിരി തൂകിക്കൊണ്ട് പത്രോസിനെ ധൈര്യപ്പെടുത്തുന്നു. യാത്ര ഇപ്പോൾ തീരുമെന്നും പറയുന്നു. ഓ ഇത് സാരമില്ല. ഇവർ ചിരിക്കുന്നത് കൊണ്ടും കുഴപ്പമൊന്നുമില്ല. നമുക്ക് പോയി ആ നല്ല സ്ത്രീയെ സന്തോഷിപ്പിക്കാം. വീണ്ടും ഒരു പൊട്ടിച്ചിരി കേട്ടുകൊണ്ട് ഈശോ വീണ്ടും തിരിഞ്ഞു നോക്കുന്നു. പത്രോസ് വിളിച്ചു പറയുന്നു, ഗുരു, ഇത് ഞാൻ പറയുകയില്ല. എന്നാൽ പറഞ്ഞാൽ എന്താ? ശരി, ഞാൻ പറയാം. ഗുരു, ഞാൻ ഇവരോട് പറയുകയായിരുന്നു, നമ്മുടെ പ്രധാനമന്ത്രി ഇതറിയുമ്പോൾ വിരല് കടിക്കുമെന്ന്. അതായത് ഉന്നത കുലജാതയായ ഒരു സ്ത്രീയുമായി ഒരുമിച്ച് യാത്ര ചെയ്യാൻ സാധ്യതയുണ്ടായിരുന്നപ്പോൾ അവനില്ലാതെ പോയല്ലോ എന്നോർത്തു. അന്നേരം ഇവർ ചിരിക്കുന്നു. എന്നാൽ ഇത് ശരിക്കും അങ്ങനെ തന്നെയാ. അവന് ഇത് ഭാവനയിലെങ്കിലും കാണാൻ കഴിഞ്ഞെങ്കിൽ
അപ്പന്റെ മുന്തിരിത്തോട്ടമൊന്നും അന്വേഷിക്കാൻ പോകുമായിരുന്നില്ല. ഈശോ ഒരു മറുപടിയും പറയുന്നില്ല. നല്ല ചുണയുള്ള കഴുതക്കുട്ടികൾ. അവർ ദ്രുതഗതിയിൽ മുന്നോട്ടു പോയി. വേഗം തന്നെ അവർ കാനായെ പിന്നിലാക്കി. നല്ല ചന്ദ്രികയുള്ള രാത്രി. അങ്ങ് അനുവദിക്കുമെങ്കിൽ ഞാൻ മുമ്പേ പോകാം. ഞാൻ വണ്ടി നിർത്തിക്കാം. വണ്ടിയുടെ കുലുക്ക നിമിത്തം അവൾ വളരെ വേദന സഹിക്കേണ്ടി വരുന്നു. ശരി, പോയിക്കൊള്ളൂ. ജോനാഥൻ കുതിരയെ അതിവേഗം ഓടിക്കുന്നു. നിലാവിൽ കുറെ ദൂരം അവർ മുന്നോട്ടു പോയി. അപ്പോൾ വഴിയരികിൽ നിർത്തിയിട്ടിരിക്കുന്ന മൂടിക്കെട്ടിയ ഒരു വലിയ വണ്ടിയുടെ ഇരുണ്ട രൂപം വ്യക്തമായി. ഈശോ കഴുതയെ വേഗത കൂട്ടി ഓടിക്കുന്നു. അത് അതിവേഗത്തിൽ പായുന്നു. വണ്ടിയുടെ അടുത്തെത്തിക്കഴിഞ്ഞു. ഈശോ താഴെ ഇറങ്ങുന്നു. മിശിഹ, ജോനാഥൻ വിളിച്ചു പറയുന്നു. വൃത്തിയായ പരിചാരിക വണ്ടിക്കകത്ത് നിന്ന് വേഗം ഇറങ്ങി പൊടിയിലേക്ക് വീണുകൊണ്ട് പറയുന്നു, ഓ, അവളെ രക്ഷിക്കണമേ, അവൾ മരിക്കുകയാണ്. ഞാൻ ഇവിടെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ വണ്ടിക്കകത്തേക്ക് കയറുന്നു. അടുക്കി അടുക്കി വച്ചിരിക്കുന്ന കുറെ കുഷ്യനുകളുടെ മീതെ വളരെ ശോഷിച്ച ഒരു ശരീരം, ഒരു മൂലയിൽ ഒരു വിളക്ക്, കുറെ കപ്പുകളും ആംഫോറകളും ജഗ്ഗുകൾ, ചെറുപ്പക്കാരിയായ ഒരു ഭൃത്യ കരയുന്നതോടൊപ്പം മരിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീയുടെ തണുത്ത വിയർപ്പ് തുടച്ചുകൊണ്ടിരിക്കുകയാണ്. വണ്ടിയുടെ ഒരു വിളക്കും എടുത്തുകൊണ്ട് ജോനാഥനും അകത്ത് കയറി. ബോധം മയങ്ങി മരിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീയുടെ അടുത്തേക്ക് ഈശോ കുനിഞ്ഞു നിൽക്കുന്നു. അവളുടെ വെള്ള വസ്ത്രവും മുഖവും തമ്മിൽ നിറത്തിൽ കാര്യമായ വ്യത്യാസമില്ല. ശരീരത്തിലാകെ കൈകൾക്കും മുഖത്തിനുമെല്ലാം നേരിയ നീല നിറം വന്നു തുടങ്ങിയിട്ടുണ്ട്. നല്ല കട്ടിയുള്ള പുരികവും നീണ്ട കറുത്ത കൺപീലികളും മാത്രമാണ് മഞ്ഞുപോലെ വെളുത്തിരിക്കുന്ന അവളുടെ മുഖത്തിന് അല്പം നിറം നൽകുന്നത്. ക്ഷയരോഗികൾക്ക് സഹജമായ ആ തുടുത്ത ചെമപ്പ് കവിൾത്തടങ്ങൾക്കില്ല. അവളുടെ അധരങ്ങൾക്ക് വയലറ്റ് കലർന്ന റോസ് നിറമാണ്. വായ് പകുതി തുറന്നിരിക്കുന്നു. ശ്വസിക്കാൻ ബുദ്ധിമുട്ട്. ഈശോ അവളുടെ സമീപം മുട്ടുകുത്തി അവളെ സൂക്ഷിച്ചു നോക്കുന്നു. പരിചാരിക സ്വാമിനിയുടെ കരം പിടിച്ച് അവളെ വിളിക്കുന്നു. യാതൊരു പ്രതികരണവുമില്ല. അവളുടെ ആത്മാവ് മരണത്തിന്റെ വാതിൽ പടിക്കൽ എത്തിയിരിക്കുകയാണ്. ശിഷ്യന്മാരും നസ്രായരായ രണ്ടുപേരും വന്നു വണ്ടിക്ക് ചുറ്റും നിൽക്കുന്നു. ഈശോ തന്റെ കരം മരിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീയുടെ നെറ്റിയിൽ വയ്ക്കുന്നു. ഒരു നിമിഷത്തേക്ക് അവൾ കാഴ്ച മങ്ങിയ കണ്ണുകൾ തുറക്കുന്നു. ഉടനെ തന്നെ അടയ്ക്കുകയും ചെയ്യുന്നു. അവൾക്ക് കേൾക്കാൻ കഴിയാതെയായി. നേഴ്സ് കരയുന്നു, ഉറക്കെ കരയുന്നു. ഈശോ ആംഗ്യം കാണിക്കുന്നു. അമ്മേ, അവൾ കേൾക്കും. വിശ്വാസമുള്ളവളായിരിക്കൂ. പിന്നീട് ഈശോ വിളിക്കുന്നു, യോവന്ന, യോവന്ന, ഇത് ഞാനാണ്. ഞാൻ നിന്നെ വിളിക്കുന്നു. ഞാനാണ് ജീവൻ. എന്നെ നോക്കൂ യോവന്ന. മരിച്ചുകൊണ്ടിരുന്ന സ്ത്രീ തന്റെ കറുത്ത വലിയ കണ്ണുകൾ തുറക്കുന്നു. നല്ല തെളിവുള്ള കണ്ണുകളോടെ തന്റെ അടുത്ത് കുനിഞ്ഞു നിൽക്കുന്ന മുഖത്തേക്ക് നോക്കുന്നു. സന്തോഷം പ്രകടിപ്പിച്ച് അവൾ പുഞ്ചിരി തൂകുന്നു. എന്തോ പറയാൻ ചുണ്ടുകൾ അനക്കുന്നു. എന്നാൽ ശബ്ദം പുറപ്പെടുന്നില്ല. കൊള്ളാം. ഇപ്പോഴും മുട്ടുകുത്തി ഇടതുകരം രോഗിണിയുടെ നെറ്റിയിൽ വച്ചിരിക്കുന്ന ഈശോ നിവർന്ന് സ്വർഗീയമായ അധികാരത്തോടെ പറയുന്നു, ശരി, ഞാൻ ഇത് ആവശ്യപ്പെടുന്നു. സുഖം പ്രാപിക്കുക. എഴുന്നേൽക്കുക. കൈ നെറ്റിയിൽ നിന്നെടുത്ത് ഈശോ എഴുന്നേൽക്കുന്നു. ഒരു നിമിഷം എടുത്തില്ല. കൂസായുടെ ഭാര്യ യോവന്ന പരസഹായം കൂടാതെ എഴുന്നേറ്റിരുന്ന് ഒരു കരച്ചിലോടെ ഈശോയുടെ പാദത്തിൽ വീഴുന്നു. സന്തോഷാധിക്യത്താൽ അവൾ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു, ഓ എന്റെ ജീവനെ, നിന്നെ സ്നേഹിക്കാൻ എന്നേക്കും നിന്റേത്, എല്ലായ്പ്പോഴും നിന്റേത്. നേഴ്സ്, ജോനാഥൻ, ഞാൻ സുഖം പ്രാപിച്ചു. ഓ വേഗമാകട്ടെ. ഓടിച്ചെന്ന് കൂസായോട് പറയൂ. അദ്ദേഹം വന്ന് ഈശോയെ ആരാധിക്കട്ടെ. ഓ എന്നെ വീണ്ടും വീണ്ടും അനുഗ്രഹിക്കണമേ. ഓ എന്റെ രക്ഷക. അവൾ കരയുകയും പുഞ്ചിരിക്കുകയും ചെയ്തുകൊണ്ട് ഈശോയുടെ കരങ്ങളും വസ്ത്രത്തിന്റെ വിളുമ്പും ചുംബിക്കുന്നു. ശരി, ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു. ഇനി ഞാൻ നിനക്കായി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ഒന്നും വേണ്ട കർത്താവേ,
എന്നെ സ്നേഹിക്കുന്നതും എനിക്ക് അങ്ങയെ സ്നേഹിക്കാൻ അനുമതി നൽകുന്നതും ഒഴികെ മറ്റൊന്നും വേണ്ട. ഒരു കുട്ടി വേണമെന്ന് നീ ആഗ്രഹിക്കുന്നില്ലേ? ഓ, ഒരു കുഞ്ഞ്! അവിടുത്തേക്ക് ഇഷ്ടമുള്ളതുപോലെ കർത്താവേ, അങ്ങ് ചെയ്യുക. ഞാൻ എല്ലാം അങ്ങയെ ഭരമേൽപ്പിക്കുന്നു. എന്റെ ഭൂതകാലവും വർത്തമാനകാലവും ഭാവി കാലവും എല്ലാം, എല്ലാറ്റിനും ഞാൻ അങ്ങയോട് കടപ്പെടുന്നു. എല്ലാം അങ്ങേക്ക് ഞാൻ തരുന്നു. അങ്ങേ ദാസിക്ക് ഏറ്റവും നല്ലതെന്ന് അങ്ങ് നിശ്ചയിക്കുന്നത് തന്നാൽ മതി. നിത്യജീവൻ. സന്തോഷമായിരിക്കൂ. ദൈവം നിന്നെ സ്നേഹിക്കുന്നു. ഞാൻ പോകട്ടെ. ഞാൻ നിന്നെയും നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുന്നു. എന്റെ കർത്താവേ, പോകരുതേ. എന്റെ വീട്ടിൽ ഒന്ന് കയറണമേ. ഓ, അതിപ്പോൾ നിറയെ പുഷ്പിച്ചു നിൽക്കുന്ന ഒരു റോസ് തോട്ടമാണ്. അവിടേക്ക് അങ്ങയോടുകൂടെ തിരിച്ചു ചെല്ലാൻ അനുവദിക്കണമേ. ഓ, ഞാൻ എത്ര സന്തോഷവതി! ഞാൻ വരാം, എന്നാൽ എന്റെ ശിഷ്യരും എന്റെ കൂടെയുണ്ട്. എന്റെ കർത്താവേ, അവർ എന്റെ സഹോദരന്മാർ. അങ്ങേക്ക് ഒരുക്കുന്നതുപോലെ യോവന്ന അവർക്കും ഭക്ഷണപാനീയങ്ങളും എല്ലാ തരത്തിലുള്ള ലഘുഭക്ഷണങ്ങളും ഒരുക്കും. എന്നെ സന്തോഷിപ്പിക്കൂ. നമുക്ക് പോകാം. കഴുതുകളെ തിരിച്ചയക്കുക. നിങ്ങൾ പിന്നാലെ നടന്നെത്തുക. ഇനി ദൂരം കുറച്ചേയുള്ളൂ. ഞങ്ങൾ സാവധാനത്തിലേ പോകൂ, നിങ്ങൾ നടന്ന് ഒപ്പം എത്താൻ വേണ്ടി. ഇസ്മായേൽ, ആസേർ, ദൈവം നിങ്ങളോട് കൂടെ. അമ്മയ്ക്കും എന്റെ സ്നേഹിതരെല്ലാവർക്കും എന്റെ പേർക്ക് അഭിവാദനങ്ങൾ നൽകണം. ഒന്നും ശബ്ദിക്കാൻ കഴിയാതെ നസ്രായരായ ആ 2 മനുഷ്യരും കരയുന്ന കഴുതകളെയും കൊണ്ട് തിരിച്ചു പോകുന്നു. വണ്ടി നിറയെ സന്തോഷവുമായി തിരിച്ചുള്ള യാത്ര ആരംഭിക്കുന്നു. ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് ശിഷ്യർ അനുഗമിക്കുന്നു. ദർശനം അവസാനിക്കുന്നു.